Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ ഉരുളക്കിഴങ്ങ് ഭാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഞാൻ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 4 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉള്ളി. ഈ ഒരു സൈസിൽ വേണം ഉള്ളി കട്ട് ചെയ്യാൻ. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കറിക്ക് എപ്പോഴും ഈ ഒരു സൈസിൽ ഉള്ളി കട്ട് ചെയ്യാൻ നോക്കണം. 2 പച്ചമുളക്, ഞാൻ എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ കറിയിൽ ഇഞ്ചി നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചിലർക്ക് ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ കാരണമാവും, വയറുവേദനയൊക്കെ. അതിന് ഇഞ്ചി ഇടുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്തായാലും ഇഞ്ചി ഈ കറിക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. വേറെ ഒരു പൊടികളും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല, വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് താളിക്കുവാൻ വേണ്ടി ഉണക്കമുളകും കറിവേപ്പിലയാണ്. ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്, കടലമാവ്. കടലമാവ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലമാവ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുമ്പം നമ്മൾ നോർമൽ ഹോട്ടലിൽ പോയിട്ട് ഭാജിക്കറി കഴിക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക തിക്നെസ് ഉണ്ടാവും. നമ്മൾ നോർമൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ തിക്നെസ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണ് കടലമാവ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധം ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഉപ്പിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായി. അതിലേക്ക് നമ്മൾ കടുക് ഇടുകയാണ്. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് തീ ഒന്ന് കുറച്ച് നമ്മൾ അതിലേക്ക് കറിവേപ്പില, ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉണക്കമുളകിന്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക. ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഉപ്പിട്ടൊരിക്കലും ഉള്ളി വാട്ടിയെടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കറിയിൽ നമുക്ക് ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടണം. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും. അങ്ങനെ ഈ കറിയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ഉള്ളി ഉപ്പിട്ടിട്ട് ഈ കറിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നന്നായി വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഉള്ളി ഒന്ന് കുക്കാവട്ടെ. ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളി ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കറിയിൽ നമുക്ക് ഒന്ന് ഉള്ളി കടിക്കാൻ കിട്ടണം. അതുകൊണ്ടാണ് ഇത്ര കുക്കായാൽ മതി ഉള്ളി. നമ്മൾ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അടുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ മാഷ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായി തിള വരണം. ഇതിനകത്ത് ഒരല്പം വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് ഒരല്പം കൂടി വെള്ളം അതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. എത്ര ഉപ്പ് കൃത്യമാണോ ഇല്ലയോ ഒന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവാണ്. ഞാൻ ഒരു നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് വെള്ളം പോലെയാണുള്ളത്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഞാനിവിടെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ കറിയിലേക്ക് ഈ കടലമാവ് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ തന്നെ കറിയുടെ ആ ഒരു സ്ട്രക്ചറിന് മാറ്റം വന്നിട്ടുണ്ട്. ഒരല്പം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതാ കടലമാവ് ഒഴിച്ച് നമ്മൾ ഒന്ന് കറി തിളക്കാൻ വെക്കണം. കാരണം കടലമാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കടലമാവിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ ആ കറി ഒന്ന് തിളക്കാൻ വെക്കണം.
ഈ കറി നമുക്ക് പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ആ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല നമ്മളിതിൽ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് നമ്മൾ ഒഴിച്ചതുകൊണ്ട് ഇത് കറി ഒന്ന് തണുക്കുമ്പം നന്നായി ഒന്ന് കട്ടിയാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, നേരത്തെ കണ്ടതുപോലെയല്ല ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് വരും. ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.